മലയാളത്തിലെ ഇപ്പോൾ റീലീസുകളുടെ കാലമാണ്. മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങി നിരവധി താരങ്ങൾ സിനിമകൾ ഇപ്പോൾ പുത്തൻ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ തിയേറ്ററിൽ എത്തുന്നുണ്ട്. എന്തിനേറെ ഹോളിവുഡ് റീലീസുകൾ സിനിമകൾ പോലും കേരളത്തിൽ നിന്ന് മികച്ച കളക്ഷനാണ് നേടുന്നത്. റീലീസ് സമയത്ത് ആഘോഷങ്ങളുടെ വീഡിയോയും ചിത്രങ്ങളും എല്ലാം സോഷ്യൽ മീഡിയ ട്രെൻഡായി മാറാറുണ്ട് ഇപ്പോൾ പതിവാണ്. ഇപ്പോഴത്തെ ആ ലിസ്റ്റിലേക്ക് പുതിയ എൻട്രിയായിട്ടാണ് അല്ലു അർജുൻ ചിത്രം ഹാപ്പി വരുന്നത്. 20 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും തിയേറ്ററിലെത്തിയ സിനിമയ്ക്ക് വമ്പൻ വരവേൽപ്പാണ് ലഭിക്കുന്നത്. നിലവിൽ റീ-റിലീസിൽ ഓപ്പണിംഗിൽ 9-ാം സ്ഥാനത്താണ് ഹാപ്പി. റിലീസ് ഓപ്പണിംഗിൽ ആദ്യ 3 സ്ഥാനങ്ങളും സ്വന്തമാക്കിയിരുന്നത് സാക്ഷാൽ മോഹൻലാൽ സിനിമകൾ തന്നെ എന്ന പ്രത്യേകതയുമുണ്ട്. സ്ഫടികമാണ് റിലീസ് കളക്ഷനിൽ ഒന്നാമത്. 88 ലക്ഷം രൂപയാണ് സിനിമയുടെ ആദ്യ ദിന കളക്ഷൻ. രാവണപ്രഭു 2-ാം സ്ഥാനത്തും മണിച്ചിത്രത്താഴ് 3-ാം സ്ഥാനത്തുമാണുള്ളത്. രാവണപ്രഭു 73 ലക്ഷം നേടിയപ്പോൾ മണിച്ചിത്രത്താഴ് 50 ലക്ഷം രൂപയാണ് ആദ്യ ദിനം വാരിക്കൂട്ടിയത്. ഹോളിവുഡ് ചിത്രമായ അവതാറും ഇന്റർസ്റ്റെല്ലറുമാണ് 4, 5 സ്ഥാനങ്ങളിൽ. 43 ലക്ഷം രൂപയും ഇന്റർസ്റ്റെല്ലർ 38 ലക്ഷവുമാണ് നേടിയത്. 37 ലക്ഷവുമായി മോഹൻലാൽ ചിത്രം ഛോട്ടാ മുംബൈയാണ് 6-ാം സ്ഥാനത്ത്. 34 ലക്ഷവുമായി ബാഹുബലി ദ എപ്പിക്കാണ് 7-ാം സ്ഥാനത്ത്. ദേവദൂതനാണ് 8-ാം സ്ഥാനത്ത്. 30 ലക്ഷം രൂപ ആണ് ദേവദൂതൻ ആദ്യ ദിനം നേടിയത്. അല്ലു അർജുൻ ചിത്രം ഹാപ്പിയാണ് 9-ാം സ്ഥാനത്ത്. പ്രീമിയം ഷോ ഉൾപ്പെടെ ആദ്യ ദിനം 29 ലക്ഷം രൂപയാണ് അല്ലു അർജുൻ ചിത്രം നേടിയത്. കരുണാകരൻ ഒരുക്കിയ സിനിമ കേരളത്തിൽ അന്ന് 150 ദിവസത്തിന്മേൽ പ്രദർശിപ്പിച്ചിരുന്നു. ഇപ്പോഴിതാ വീണ്ടും 20 വർഷത്തിന് ശേഷം ചിത്രം വീണ്ടും ബിഗ് സ്ക്രീനിൽ എത്തിയപ്പോൾ വലിയ ആഘോഷത്തോടെയാണ് മലയാളികൾ വരവേറ്റത്. സിനിമയുടെ സ്വീകാര്യത കണക്കിലെടുത്ത് സ്ക്രീൻ കൗണ്ട് കൂടാനും സാധ്യതയുണ്ട്.